ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് സങ്കടവും അതിലുപരി സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. സങ്കടം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തേക്ക് ഇനി എൻ്റെ വീട്ടിലേക്ക് എനിക്ക് വരാൻ പറ്റില്ല, കാരണം ഇവിടെ ഒരാളുമില്ല. പിന്നെ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാടെയും ഇത്താടെയും ഒക്കെ ലൈഫിൽ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കുന്ന ദിവസവും കൂടെ കേട്ടോ. വേറൊന്നുമല്ല, ഇത്തായും ഉമ്മായും മക്കളും എല്ലാവരും കൂടി ഇത്താൻ്റെ ഹസ്ബൻഡിലേക്ക്, അതായത് ദുബായിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ സന്തോഷം എന്ന് വെച്ചാൽ അവരേറെക്കാലം കൊതിച്ചൊരു കാര്യം നടക്കാൻ പോകുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ സങ്കടം എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് ഒരു മാസത്തേക്ക് എൻ്റേന്ന് പറയാനായിട്ടൊരു വീടില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ ആരും ഇല്ല, ഒരാളും ഇല്ല, അവരെല്ലാവരും പോവുകയാണ്. അപ്പോൾ അത് കാരണം ആ ഒരു സങ്കടം ആണ് ആ ഒരു രീതിയിൽ. പക്ഷെ അതിലുപരി എനിക്ക് സന്തോഷമുണ്ട്, കാരണം അവർ അത്ര ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ പോകണമെന്ന് അറിയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലേക്ക് വന്ന് ഇത്രയും ദിവസം നിന്നതും. അപ്പോൾ അതിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഒരാഴ്ചയായിട്ട് വറുക്കലും പൊരിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇന്നലെ നമ്മൾ കുറച്ച് പെട്ടിയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു വരുമ്പോഴത്തേക്കിനും എനിക്ക് ഉച്ചക്കത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ കാണിക്കാം. അപ്പോൾ ഇന്നലെ രാത്രിത്തെ കുറച്ച് സംഭവങ്ങൾ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ദേ തലേന്ന് തന്നെ ഞങ്ങൾ അച്ചാറിനുള്ള പരിപാടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ കേര ഉണ്ടല്ലോ, കേര മേടിച്ചിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് മസാലയൊക്കെ പറ്റി വറുത്ത് എന്നിട്ട് അച്ചാറിടാന്ന് കരുതി. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാട്ടോ. ഉമ്മിച്ച് വന്നിട്ട് മസാലയൊക്കെ പറ്റി എനിക്ക് തന്നു. അപ്പോൾ വറുക്കൽ അച്ചാറിടൽ ആ ഒരു ഏരിയ ഞാൻ എടുത്തു. അതിന് പൊടിയൊക്കെ ഉമ്മ ഇട്ടേരും. പിന്നെ ഉമ്മിച്ചിയുടെ അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ്, അതുകൊണ്ട് ഞാനായിട്ട് വെക്കാൻ നിന്നിട്ടില്ല, ഉമ്മിച്ചിനെ കൊണ്ട് തന്നെ ചെയ്യിച്ചു. പിന്നെ ഇത് ചെറിയ നമ്മുടെ കൊഞ്ചുണ്ടല്ലോ, ചെമ്മീൻ ചെറിയ കുഞ്ഞത്, അപ്പോൾ അതും ഇതേപോലെ തന്നെ അച്ചാറിട്ട്. ഇതൊക്കെ അച്ചാറിടുന്നതെന്ന് വെച്ചാൽ കേടാവാതെ ഇരിക്കും. പിന്നെ അവർ ഏകദേശം ഒരു മാസത്തോളം ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കഴിക്കാനുള്ളത് ഏകദേശം അത്ര നാളത്തേക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ചെമ്മീൻ അച്ചാറാണ്. പിന്നെ ഇത് നാരങ്ങയ്ക്ക് വിലക്കുറവുള്ള സമയമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. നല്ല രീതിക്ക് നാരങ്ങ അച്ചാറിട്ട് വെച്ചു, അത് നല്ല ടേസ്റ്റാണ്. യൂഷ്വലി ഉമ്മ വെക്കുന്നതിനെക്കാട്ടിയും നല്ല ടേസ്റ്റുള്ള അച്ചാറായിരുന്നു. ഇതിനകത്ത് നിന്ന് എല്ലാത്തിൽ നിന്നും വറുക്കുമ്പോൾ തന്നെയും പൊരിക്കുമ്പോൾ തന്നെ എല്ലാം ഓരോ ടിന്ന് എൻ്റെ വീട്ടിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവർ പോയി കഴിയുമ്പോൾ പിന്നെ എനിക്കും കഴിക്കണ്ടേ. പിന്നെ ഇത് നമ്മുടെ കരിനന്ദൻ ഉണ്ടല്ലോ, ഇവിടെ കരിനന്ദനാണ് എന്നാണ് പറയുന്നത്. മറ്റുള്ളടത്ത് എന്താ പറയണമെന്ന് എനിക്കറിയില്ല. കരിനന്ദനാട്ടോ. അപ്പോൾ അത് കുറച്ച് നല്ലപോലെ ഡീപ്പായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും ഒരു 4 മണിക്കൂർ എന്തായാലും ഡിലേ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടത് കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം തന്നെ നമ്മൾ ഈ വറുത്തതും പിന്നെ 2-3 ദിവസമായിട്ട് ഇവിടെ നമ്മുടെ ചക്ക വറുക്കൽ, അതേപോലെ തന്നെ ചിപ്സ് വറുക്കൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഡ്രസ്സും ഒരു മാസത്തെ എല്ലാവരുടെയും, അതായത് ഉമ്മ, പിന്നെ ഇത്താടെ 3 മക്കൾ, അപ്പോൾ ഇത്രയും പേരുണ്ട്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് പെട്ടി 150 കിലോൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോവുകയും ചെയ്യായിരുന്നു. അപ്പോൾ ഇവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ സെറ്റ് ചെയ്യാൻ, അതായത് 2-3 പെട്ടി തലേന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് ബാക്കിയുള്ള സാധനങ്ങൾ, അതായത് ഇറച്ചിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ പോകുന്ന ടൈമിൽ കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഇവരുടെ ഏകദേശം ഒരു ഡ്രസ്സ് ഒക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ കാണുന്നത് പെട്ടി കെട്ടുന്നത് വരെ തലേ ദിവസത്തായിരുന്നു. ഇതിപ്പം ഇവർ പോകുന്നതിൻ്റെ അന്ന് ഉച്ചക്കത്തെ സംഭവങ്ങളാട്ടോ. അപ്പോൾ പോട്ടി, അതേപോലെ ഈ പോത്തിൻ്റെ പതിരില്ലേ അത്, പിന്നെ കരൾ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കരളല്ല, 2 തരം ഇറച്ചി ഉണ്ടായിരുന്നു, എല്ല് കൂടിയതും എല്ല് കൂടാത്തതും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് എനിക്ക് വലിയ പിടിയില്ല, ഇവർക്കും പിടിയില്ല എന്നാണ് തോന്നണേ. പിന്നെ ഇവർക്ക് കൊണ്ടുപോകേണ്ട മിക്സി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ അരി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഉമ്മിച്ചിയുടെ അച്ചാറൊക്കെ ഞങ്ങൾ ചെറിയ ടിന്നിലാക്കി. ഈ ടിന്നെന്ന് വെച്ചാൽ ഉമ്മിച്ചിക്ക് ചെറിയൊരു അച്ചാറിൻ്റെ ബിസിനസ്സും ഉണ്ടായിരുന്നു കേട്ടോ. ഈ നമ്മുടെ ഇറച്ചി അച്ചാർ, മീനച്ചാർ, പുളിയച്ചാർ, അങ്ങനെ ഒത്തിരി അച്ചാർ ഉമ്മിച്ചി ഇങ്ങനെ ഓൺലൈനായിട്ടും അല്ലാതെയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ഞങ്ങൾ ടിന്നുകൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ടിന്നെടുത്തിട്ട് ചെറുതായിട്ട് എല്ലാ അച്ചാറുകളും ആ ടിന്നിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെ നല്ലോണം ടൈറ്റ് ചെയ്ത് സീൽ ചെയ്തു. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ കവറിലേക്ക് നിറച്ചിട്ട് അതിങ്ങനെ സീൽ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. ഇന്നിപ്പോൾ ടിന്നിലൊക്കെ ആക്കി, അതായത് അവിടെ ചെല്ലുമ്പോൾ ഇവർക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വേറെ ടിന്നും എടുക്കണ്ടല്ലോ. ഉച്ചക്കത്തെ ചോറ് ഞാൻ ഉണ്ടാക്കാമെന്ന് കരുതി. ബീഫ് ബിരിയാണി ആയിരുന്നു. ഇത്താത്താക്ക് ബിരിയാണി ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ബീഫ് മേടിച്ചിട്ട് അവൾക്ക് ബിരിയാണി വെച്ച് കൊടുക്കാമെന്ന് കരുതി. കാരണം ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ അവരെയൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ അതുതന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഞാൻ തന്നെ അങ്ങ് ഉണ്ടാക്കി. ബീഫ് ബിരിയാണി ആയിരുന്നു. പിന്നെ ആ ഒരു ബാഗ് 2 പെട്ടിയൊക്കെ അവരുടെ ഡ്രസ്സും പിന്നെ ഇന്നലത്തെ വറുത്തയും പൊരിച്ച സാധനങ്ങളൊക്കെ
ആയിരുന്നു. ബാക്കിയാണ് ഇന്നിപ്പോൾ കിട്ടുന്നത്. ഇന്നിപ്പോൾ ഇതിനകത്തേക്ക് ഇവർക്ക് വറ്റൽമുളക്, പിന്നെ ഇവരുടെ പൊടി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അരി, പഞ്ചസാര, ചായപ്പൊടി, അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ഇത് ചക്കവറുത്തയും കായവറുത്തയും. ചക്കവറുത്ത ആ ഒരു ടിന്നല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ഒരു 2 വലിയ ടിന്നിലുണ്ടായിരുന്നു. പക്ഷേ ഇതെങ്ങനെയാണ് ഈ ഒരു ചെറിയ ടിന്നിലേക്ക് ആയെന്ന് ഇപ്പോഴും ആർക്കറിയില്ല. കാരണം വറുത്തിട്ടും തോറും എല്ലാവരും തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത്. പിന്നെ ഇത് അച്ചപ്പം ഈ പറഞ്ഞോണം തന്നെ നല്ലോണം ഉണ്ടായിരുന്നു. അതും നിന്ന് തിന്ന് ലാസ്റ്റ് ഇത്രയൊക്കെ അവർക്ക് കൊണ്ടുപോകാൻ കിട്ടിയിട്ടുള്ളൂ. അച്ചപ്പം ഉമ്മിച്ച് നല്ല ടേസ്റ്റായിരുന്നു ഉണ്ടാക്കിയിട്ട്. പിന്നെ അച്ചപ്പം എന്തായാലും പൊടിയും നിറയും, പക്ഷെ എന്നാലും ചുമ്മാ അവർ കൊണ്ടുവന്ന ഒരു തുണിയിലൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെച്ചേക്കാന്ന്. എന്തായാലും ഈ സംഭവം പൊടിയും, പക്ഷെ എന്നാലും നമ്മുടെ ഒരു ആശ്വാസത്തിന് അതൊന്ന് കവർ ചെയ്തിട്ട് അതിനകത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മിക്സി അങ്ങനത്തെ ഐറ്റംസൊക്കെ അതും ഉണ്ടായിരുന്നു. പിന്നെ ഇത് മാങ്ങാച്ചാറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാങ്ങാച്ചാറായിരിക്കും എന്ന് തോന്നുന്നു. എന്തൊക്കെയാണെന്ന് ഇപ്പോഴും അറിയില്ല കേട്ടോ. ഏകദേശം 1 മന്ത്സോളം അവർക്ക് നിൽക്കേണ്ട ഒട്ടുമിക്ക കാര്യങ്ങളും അതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോണ പോക്കി തന്നെ ഓരോന്നും എത്ര വെയിറ്റ് വരുന്നതെന്ന് നോക്കി കേട്ടോ പോയതോ. അതായത് 30 കിലോയിൽ കൂടാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ പെട്ടി. അപ്പോൾ അത് കാരണം അത് ഏകദേശം അതും കൂടെ ഞങ്ങൾ ചെയ്യുന്തോറും വെയിറ്റ് നോക്കിക്കൊണ്ടാണ് പോയത്. 30 കിലോയിൽ കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പാടായിരിക്കും. അങ്ങനെ ആ ഒരു പെട്ടിയൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം കെട്ടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വന്നിട്ട് ബിരിയാണിയുടെ ചെമ്പ് പൊട്ടിച്ചു കേട്ടോ. നല്ല മണമായിരുന്നു. ഇത്താത്താക്ക് ഞാൻ വെക്കണതിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ബീഫ് ബിരിയാണി. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല, പക്ഷേ എൻ്റെ വീഡിയോയിലും ഷോർട്സിലൊക്കെ കൂടുതലും കണ്ടേക്കുന്ന ബിരിയാണി ഇതായിരിക്കും, ലോങ് റൈസിൻ്റെ ബീഫ് ബിരിയാണി. ഞാനൊരു ലോങ് റൈസ് ഇഷ്ടമുള്ള ആളോട്ടെ. എനിക്ക് ഷോർട്ട് റൈസിനെക്കാട്ടി കൂടുതലും ലോങ് റൈസാണ്. ഇത് ഞാൻ ഉണ്ടാക്കി കൊടുത്ത് വീട്ടിലുള്ളവർക്കും ഈ ലോങ് റൈസിൽ ഈ ഒരു ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ബീഫ് ബിരിയാണി ആയിരുന്നു. നല്ല അടിപൊളി വലിയ പീസിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്വയം തിന്നിട്ട് ഞാൻ പറയല്ല, ബാക്കി എല്ലാവരും തിന്നിട്ട് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തു. ഉച്ചയ്ക്ക് എല്ലാവരും പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം എല്ലാവർക്കും ചോറ് കൊടുക്കുക. അതായത് ഇത്താത്താൻ്റെ വീട്ടിൽ നിന്നുള്ളവരും പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കേണ്ട ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 4 മണി. അപ്പോൾ ഇത്താത്താക്ക് എന്തായാലും അളിയൻ്റെ അടുത്തേക്ക് പോകണമല്ലേ, അപ്പോൾ അവൾക്ക് മെഹന്തി ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോഴും അല്ലാത്തപ്പോഴും ഞാൻ വലിയ കലാകാരിയും ഒന്നുമല്ല, പക്ഷെ എനിക്കറിയണ പോലെ ഞാൻ വരച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അവൾക്ക് മെഹന്തി ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഡിസൈൻ എടുത്ത് പെട്ടെന്ന് 2-3 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മണിക്കൂറിൽ പെട്ടെന്ന് ഇട്ട് കൊടുക്കാമെന്ന് കരുതി അവൾക്ക് ഇട്ട് കൊടുത്തു. അവൾക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് നമ്മുടെ കുഞ്ഞുമ്മ ഇത് കണ്ടപ്പോൾ അവൾക്കും ഇടണം. അതങ്ങനെയാണല്ലോ, നമ്മൾ ഈ മെഹന്തി ഇടുന്ന സമയത്ത് ഒരാൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തു നിന്നൊക്കെ 3-4-5 കൈ വരുന്നത് കാണാം. എൻ്റെ മോളും ഉണ്ടായിരുന്നു. പക്ഷെ മോളെ പിന്നെ പേടിപ്പിച്ച് വിടാം, ഇവളെ ഒന്നും പേടിപ്പിച്ച് വിടാം. ഇവളെന്ന് പറയുമ്പോൾ കുഞ്ഞുമ്മ കേട്ടോ, പക്ഷെ ഞങ്ങൾ എടാപോടാ ബന്ധമാണ്. നമുക്ക് ആ ഒരു തസ്തികയുടെ ഒരു റെസ്പെക്റ്റ് ഇല്ല അവിടെ. ഈ കുഞ്ഞുമ്മ അതുകൊണ്ട് നമ്മുടെയൊക്കെ ഒരു പ്രായമുള്ള ആളാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും, 6 മണിയല്ല 7:30 ആയപ്പോഴായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. 8 മണിക്കാണ് അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു 7:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പം പെട്ടിയൊക്കെ റെഡിയാക്കി. പിന്നെ നമ്മുടെ കാക്ക വന്ന് കഴിഞ്ഞപ്പം നമ്മൾ യാസീൻ ഓതി ദുആക്കെ ഇരുന്നിട്ട്, എന്തായാലും ഇത്രയും ദൂരം ആദ്യമായിട്ട് ഇവർ പോകണയാണല്ലോ. പിന്നെ ഇപ്പം ഇവിടുന്ന് ഇങ്ങനെ ഗൾഫിലേക്ക് പോവുകയാണെങ്കിലും ഇങ്ങനെ ഒരു ദുആ ഒരു ഇത് പതിവുള്ളതാണ്. അതിപ്പോൾ ഉപ്പ പോയാലും ആര് പോയാലും ശരി. അങ്ങനെ ഞങ്ങളൊരു 7:30 ആയപ്പോഴത്തേക്കിനും വീട്ടിൽ നിന്ന് ഇറങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടി കെട്ടുമ്പോഴും അവിടെ നിൽക്കുമ്പോഴും ഇത്രയും ദിവസം അവിടെ ചെന്നപ്പോഴും ഒന്നും എനിക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. ഇവർ ഗൾഫിൽ പോകണു എന്നൊക്കെ ഒരു ഇതായിരുന്നു. പക്ഷേ ഈ എയർപോർട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താ പറയുക, ഭയങ്കര ഒരു നമ്മുടെ ഉള്ളിലിങ്ങനെ കട്ടിയായിട്ടെന്തോ തോന്നത്തില്ലേ, എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കറിയാം ഇവരെ അളിയൻ്റെ അടുത്തേക്ക് പോകണു, അല്ലെങ്കിൽ ഉമ്മിച്ചി അങ്ങോട്ടേക്ക് പോകണു, കുഴപ്പമൊന്നുമില്ല, അവർ 1 മാസം കഴിഞ്ഞ് വരും എന്നൊക്കെ ഒരു പക്ഷേ എനിക്ക് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര ഒരു സങ്കടമായിപ്പോയി. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സാധനത്തിനെ മിസ് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം ഇത്തവണ അവനല്ലെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങനെ ഒത്തിരി ഇവനെന്നെ അങ്ങനെ കണ്ട് നിന്നിട്ടില്ല. പക്ഷേ ഇത്തവണ എന്ന് കഴിഞ്ഞപ്പം എന്നെ ഉമ്മ എന്ന് വിളിച്ചിട്ട് പുറകേന്ന് മാറത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വോയിസ് ഓവർ ചെയ്യുമ്പോഴും ഭയങ്കര സങ്കടവും കണ്ണീരൊക്കെ വെള്ളം വരുന്നുണ്ട്. കാരണം എനിക്ക് അവരെ മിസ് ചെയ്യുന്നതിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവർ പോകാൻ നേരത്ത് ഞാൻ കരഞ്ഞില്ല കേട്ടോ. ഞാനിങ്ങനെ നല്ല ധൈര്യം സംഭരിച്ച് നിന്നു. പക്ഷേ അവർ പോയി അപ്പോൾ ചെന്ന് അവർ ടിക്കറ്റൊക്കെ ക്ലിയർ ആവുന്നുള്ളൊരു പേടിയും ഉണ്ടായിരുന്നു ഇത്താത്ത നേരത്തെ തായ്ലൻഡിൽ പോയിട്ടുള്ളത്. പക്ഷേ എന്നാലും ഇത്രയും പേരൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു.
പിന്നെ അവൾ അവിടെ ചെന്ന് അവിടെ ടിക്കറ്റൊക്കെ ഓക്കെ ആയിക്കഴിഞ്ഞ് അവർക്ക് പോകാൻ വേണ്ടിയിട്ട് ആയിക്കഴിഞ്ഞപ്പോഴാണ് നമുക്കും ഒരു സമാധാനമായത്, അവർക്കും ഒരു സമാധാനമായത്. അങ്ങനെ അവർ ടിക്കറ്റിൻ്റെ ആ ഒരു ഇതൊക്കെ കൊടുത്ത് പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ നേരകത്തേക്ക് കയറി. ഈ ഒരു ടാറ്റ തന്നു പോകുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ മനസ്സിൽ ഭയങ്കര ഇതായിരുന്നു. ഒരു തോള് കിട്ടി കരയാൻ വേണ്ടി നിന്നപ്പോൾ ഇക്കാക്ക് വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ അവിടെ നിന്നുകൊണ്ട് ഞാൻ പൊട്ടിക്കരയലായിരുന്നു. അങ്ങനെ അവരെയൊക്കെ പിരിയുന്നല്ലോ എന്നൊരു, അതായത് ഒരു മാസം വരെ കാണാതിരിക്കണമല്ലോ എന്നുള്ളൊരു സങ്കടത്തിൽ ആ ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു സങ്കടം നിറഞ്ഞൊരു ദിവസം, സന്തോഷവും സങ്കടവും നിറഞ്ഞൊരു ദിവസം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.